Welcome you all to my teacher YouTube channel. So in this particular session we are continuing with the class 10 in the physics and the first chapter effects of electric current and the second class ആണ്. So ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. എക്സ്പെരിമെന്റിന് വേണ്ടി രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട്, ബീക്കർ എയും ബീക്കർ ബിയും. സോ എ ആൻഡ് ബി രണ്ട് ബീക്കറിനും 200 ml കപ്പാസിറ്റി ഉണ്ട്. രണ്ടിലും പക്ഷേ 100 ml വാട്ടർ എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇതിനകത്ത് 100 ml വാട്ടർ ഉണ്ട്, ഇതിനകത്തും 100 ml വാട്ടർ ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ട് വയറുകൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വയർ എന്ന് പറയുന്നത് നൈക്രോം വയറാണ്, നിക്രോം വയറാണ്. നിക്കൽ ക്രോമിയം വയറാണ് നിക്രോം. സോ നിക്രോം വയറാണ്, അതാണ് പി ക്യു. സോ പി ക്യു എന്ന് പറയുന്നത് നിക്രോം വയറാണ്, നിക്കലും ക്രോമിയം നിക്രോം. ആർ എസ് എന്ന് പറയുന്നൊരു വയറുണ്ട്, ഇതാണ് ആർ എസ്. സെക്കൻഡ് ബീക്കറിൽ ഇരിക്കുന്നതാണ് ആർ എസ്. ആർ എസ് എന്ന് പറയുന്നൊരു കോപ്പർ വയറാണ്. സോ നിക്രോം വയറാണ് ഇവിടെ കോപ്പർ വയറാണ്. രണ്ടിനും സെയിം ലെങ്ത് ആണ്, സെയിം ഡയമീറ്റർ ആണ്. പി ക്യുവിൻ്റെ കാര്യവും ആർ എസിൻ്റെ കാര്യം എടുത്താലും സെയിം ലെങ്ത് ആണ്, സെയിം ഡയമീറ്റർ ആണ്. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് വ്യത്യാസമാണ്. പി ക്യുവിനകത്ത് നിക്രോം വയറാണ്, ആർ എസിനകത്ത് കോപ്പർ വയറാണ്. അതാണ് നമ്മളുടെ വ്യത്യാസം. ബീക്കർ ഒരേ സൈസ്, ബീക്കറിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവും ഒരേപോലെ. സോ ഈ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബീക്കർ എ ആൻഡ് ബി യൂസിങ് തെർമോമീറ്റർ. ആദ്യം നിങ്ങൾ എയുടെയും ബിയുടെയും വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മെഷർ ചെയ്യണം. നമുക്കറിയാം അത് രണ്ടും സെയിം ആയിരിക്കും, കാര്യം ഒരേ എൻവയോൺമെൻ്റ് അല്ലേ. വെൻ സ്വിച്ച്ഡ് ഓൺ, അതിനുശേഷം നമ്മൾ ബാറ്ററി സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. വെൻ സ്വിച്ച്ഡ് ഓൺ, ഈസിൻ്റെ ദ സെയിം കറണ്ട് ദാറ്റ് പാസസ് ത്രൂ പി ക്യു ആൻഡ് ആർ എസ്. പി ക്യുവിൻ്റെ ആർ എസിലൂടെ സെയിം കറണ്ട് അല്ലേ പാസ് ചെയ്യുന്നത്? ശരിയാണ്, കാര്യം അവയെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടുന്ന് വന്നു, ഈ ഒരു കണ്ടക്ടറിലൂടെ കയറി, ഇതിലേക്കൂടെ പോയി, ഈ ഒരു കണ്ടക്ടറിലൂടെ പോയി, ഇതിലേക്കൂടെ വന്നു, ഇവിടെ എൻഡ് ചെയ്യും. സോ അതിനകത്ത് കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്, സീരീസ് കണക്ഷൻ ആണ്. ദർ ഈസ് നോ ഡൗട്ട് അറ്റ് ഓൾ. സെയിം കറണ്ടാണ് കടന്നു പോകുന്നത്. ഒബ്സർവ് ദ അമ്മീറ്റർ റീഡിങ്. അമ്മീറ്റർ റീഡിങ് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിലൂടെ സെയിം കറണ്ടാണ് കടന്നു പോകുന്നത്. മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ 2 ബീക്കേഴ്സ്. ഇനി നമ്മൾ എയുടെയും ബിയുടെയും ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. ആഫ്റ്റർ 3 or 4 minutes, 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എയിലും ബിയിലെയും ടെമ്പറേച്ചർ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കണം. ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം കാണും എയിലും ബിയിലും. ഓഫ് ദ വാട്ടർ ഇൻ ബീക്കേഴ്സ് എ ആൻഡ് ബി, വിച്ച് വൺ ഓഫ് ദി ബീക്കേഴ്സ് എ ആൻഡ് ബി, വിച്ച് വൺ ഗോട്ട് ഹീറ്റഡ് മോർ? വൈ? ഏതിനകത്താണ് കൂടുതൽ ഹീറ്റ് ഉള്ളത്? എന്താണ് അതിൻ്റെ കാരണം? ഏതിനകത്താണ് കൂടുതൽ ഹീറ്റ് ഉള്ളത്? ബീക്കർ എയിനകത്തുള്ളതായിരിക്കും, ബീക്കർ എയ്ക്കായിരിക്കും കൂടുതൽ ഹീറ്റ് ഉള്ളത്. ബീക്കർ എ ആയിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത്. കാരണം എന്താ? പി ക്യു എന്ന് പറയുന്നത് നൈക്രോം വയറാണ്. ശരിയാണോ? So which one? A. Because PQ is a nichrome wire with a high resistance. So high resistance എന്ന് വെച്ചാൽ more temperature produce ചെയ്യും. What change is observed in the temperature of water in both the beakers when the current is increased using the rheostat? So rheostat ഉപയോഗിച്ച് നമ്മൾ വീണ്ടും കറണ്ട് കൂട്ടാൻ പോവാം. So കറണ്ട് കൂട്ടുമ്പോൾ temperature increases. So temperature increases. Is that okay? So temperature increase ചെയ്യും. What was the change that happened to the temperature of water in both of the beakers on increasing the time? സമയം കൂട്ടുമ്പോഴും ടെമ്പറേച്ചർ കൂടും, ബീക്കർ എയ്ക്കകത്ത് ബി എക്കാളും. കാരണം നമ്മളിവിടെ ജൂൾസ് ലോ പഠിച്ചു എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ടി ആണെന്ന്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഐ സ്ക്വയർ ആർ ടിക്ക് പ്രൊപ്പോർഷണൽ ആണ്. സോ കറണ്ട് നിങ്ങൾ കൂട്ടുന്നതോടുകൂടി ഹീറ്റ് പ്രൊഡക്ഷൻ കൂടും. സോ എയ്ക്കകത്ത് വീണ്ടും കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. എയിലും ബിയിലും ഉണ്ടാവും ഹീറ്റ് കൂടുതൽ, ബട്ട് കമ്പാരിറ്റീവ്ലി എയിലായിരിക്കും ഒരുപാട് ഹീറ്റ്. റെസിസ്റ്റൻസ് കൂടുതൽ നിക്രോം വയറിനാണ്, അതുകൊണ്ടാണ് ബീക്കർ എയ്ക്ക് കൂടുതൽ ഹീറ്റ് ഉള്ളത്. ഇനി ഇവിടെ ടൈം കൂട്ടുമ്പോഴോ ടി അഗെയിൻ. സോ ടൈം കൂട്ടുമ്പോൾ ഹീറ്റ് പ്രൊഡക്ഷനും കൂടും. തെർമോമീറ്റർ വെച്ച് നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടെമ്പറേച്ചർ കാണിക്കും. ജൂൾസ് ലോ ഈസ് യൂസ്ഫുൾ ഇൻ ഡിവൈസസ് that make use of heating effect of electricity. So ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്ന ഡിവൈസസിൽ നമുക്ക് ജൂൾസ് ലോ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലെറ്റ് സോൾവ് സം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ ജൂൾസ് ലോ. ജൂൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലം നമ്മളോട് ഇവിടെ സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. നോക്കാം നമുക്ക്.
How much will be the heat developed if 0.2 ampere current flows through a conductor resistance 200 ohm for 5 minutes? So ഇവിടെ കറണ്ട് I തന്നിട്ടുണ്ട് ഓം റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട് ടൈം T തന്നിട്ടുണ്ട് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഹീറ്റ്. പക്ഷേ ടൈം തന്നിരിക്കുന്ന മിനിറ്റിലാണ്, നമുക്ക് സെക്കൻഡ്സിലാണ് വേണ്ടത്. റെസിസ്റ്റൻസ് ഓമിലാണ്, കുഴപ്പമില്ല. കറണ്ട് ആംബിയറിലാണ്, അതും കുഴപ്പമില്ല. സോ I²RT, I എന്ന് പറയുന്നത് 0.2 ആണ്, 0.2 സ്ക്വയർ ഇൻറ്റു R, റെസിസ്റ്റൻസ് പറയുന്നത് 200 ആണ്. T എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. സോ 6 × 5 30, 300 സെക്കൻഡ്സ് ആണ്. അതുകൊണ്ടാണ് 300 സെക്കൻഡ്സ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2400 ജൂൾ എന്ന് കിട്ടും. സോ ദ ഹീറ്റ് ജനറേറ്റഡ് ഈസ് 2400 ജൂൾ. ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നോ? ഇഫ് 4.2 ജൂൾ ഈസ് 1 കലോറി. സോ 4.2 എന്ന് പറയുന്നതാണ് ഒരു കലോറി. സോ 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾസ്. സോ 4.2 ആണ് 1 കലോറി എങ്കിൽ ദെൻ ദ ഹീറ്റ്, ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തത് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. എത്ര? ഇപ്പോൾ 1 ജൂൾ 1 കലോറി ഈസ് ഈക്വൽ ടു 4.2. അതായത് 1 ജൂൾ ഈസ് ഈക്വൽ ടു 1/4.2 കലോറി. എനിക്ക് അങ്ങനെ പറഞ്ഞൂടെ? ഇവിടെ 2400 ജൂൾസ് ആണ്. അപ്പോൾ ഈ 2400 ജൂൾസിനെ കലോറി ആക്കണമെങ്കിൽ ഇൻറ്റു 1/4.2 ഓർ 2400 ഡിവൈഡ് ബൈ 4.2. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 571.43 കലോറി എന്ന് കിട്ടും. സോ ജൂൾ ആൻഡ് കലോറി ബോത്ത് ആർ യൂണിറ്റ്സ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ഹീറ്റ്. H is equal to I²RT is used to find out the heat developed when the current flows through a conductor. Let's try to write down the equation in some other forms as well. So ഇതിൽ നിന്നും മറ്റു ചില ഇക്വേഷൻസ് കൂടെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഓംസ് ലോ നമുക്കറിയാം. ഓംസ് ലോ എന്ന് പറയുന്നത് V is equal to IR ആണ്, അല്ലെങ്കിൽ I is equal to V/R ആണ്. I is equal to V/R ആണ്. So I is equal to V/R ആണ് ഓംസ് ലോ. If we substitute this in the equation according to Joule's law, H is equal to I²RT ആണ്. So H is equal to I²RT ആണ്. ഐക്ക് പകരം നമുക്ക് V/R പ്ലേസ് ചെയ്യാം. അതായത് V/R സ്ക്വയർ ഇൻറ്റു RT. സോ V² ഡിവൈഡ് ബൈ R സ്ക്വയർ ഇൻറ്റു RT. അതല്ല ഇത് V/R ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RT. H ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് ഒരു ആറും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് V² T/R എന്ന് എഴുതാൻ. V² T/R അല്ലെങ്കിൽ V²R × T എന്ന് എഴുതാം. ഓക്കെ, കാര്യം എന്താ? ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു R² ഉണ്ട്. സോ ഇതിൽ നിന്ന് ഓരോ R വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് ജനറേറ്റഡ് H ഈസ് ഈക്വൽ ടു V²/R × T. ഓക്കെ, H ഈസ് ഈക്വൽ ടു I²RT. സോ ഈ രണ്ട് ഇക്വേഷനും നമ്മുടെ മനസ്സിലുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 മിനിറ്റ്സ്. ടൈം തന്നിട്ടുണ്ട്. ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓം. സോ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. സോ V തന്നിട്ടുണ്ട്. R തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അഗെയിൻ T എന്ന് പറയുന്നത് സെക്കൻഡ്സിലായിരിക്കണം. സോ 3 × 60 സെക്കൻഡ്സ്, 920 ഓം, V 230 വോൾട്ട്. ഫൈൻ. സോ H കണ്ടുപിടിക്കുകയാണ്. V²R × T. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് H ഇവിടെ കിട്ടി 10,350 ജൂൾസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ക്ലിയർ? ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഇൻ അനദർ വേ. V is equal to 230 ആണെന്നുണ്ട്, R ഉണ്ട്. സോ I നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും V/R. സോ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും V/R. V എന്ന് പറയുന്നത് 230 ആണ്, ബൈ R എന്ന് പറയുന്നത് 920 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ആണ്. പിന്നെ H ഈസ് ഈക്വൽ ടു I²RT. I²RTയിൽ I നമ്മളുടെ കയ്യിലുണ്ട് 0.25. സോ 0.25 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് 920 ആണെന്നുണ്ട്, 920 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 3 × 60. സോ ദ സെയിം ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും 10,350 ജൂൾസ് എന്ന് പറഞ്ഞ് സെയിം ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ദസ് ഒബ്റ്റെയിൻഡ്? ഈസ് ദർ
any difference in the amount of heat energy this obtained? No, there is no difference. Both are same. Different equations ആണെന്നേ ഉള്ളൂ, രണ്ടും സെയിം ആണ് കൺസെപ്റ്റ്. Okay, next page. Note down in the science diary how this problem can be solved using the relation H is equal to VIT. So അടുത്ത ഇക്വേഷൻ ആണ് H is equal to VIT. ആ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന, വി തന്നിട്ടുണ്ട്, ഐ കണ്ടുപിടിക്കണം, വി ബൈ ആർ എന്ന് പറയുന്ന ഐ കിട്ടും, വിയും ഐയും ടി ഉണ്ട്. സോ വി ഇൻറ്റു ഐ ഇൻറ്റു ടി ചെയ്താലും നിങ്ങൾക്ക് സെയിം എച്ച് ആയിരിക്കും കിട്ടുന്നത്. സോ വി ഐ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇതുവരെ ചെയ്തില്ലായിരുന്നു, അതെങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലേ. സോ ഐ ഇൻറ്റു ഞാൻ ഐ ആർ ടി എന്ന് എഴുതുവാണെന്ന് വെച്ചു. സോ ഐ ഇൻറ്റു ഐ സ്ക്വയർ അല്ലേ. സോ ഐക്ക് പകരം എനിക്ക് എഴുതാൻ പറ്റും വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്, ഐക്ക് പകരം വി ബൈ ആർ എനിക്ക് എഴുതാൻ പറ്റും. സോ വി ബൈ ആർ into I R T. So R cancel I, so I could write VIT. So അത് another equation ആണ്. So totally 3 equations നമുക്ക് കിട്ടി. ഒന്ന് എന്ന് പറയുന്നത് H is equal to V square RT. Second equation എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to I square RT. തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to VIT ആണ്. അങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടി. 3 ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഈ പസിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് when 3 ampere current flows through an electric iron box designed to work with a 230 volt. So V ഉണ്ട്, 230 volt ഉണ്ട്, 3 ampere current ഉണ്ട്. Let's calculate the heat developed when 3 ampere current flows through an electric iron box designed to work with 230 volt. So V ഉണ്ട്, I ഉണ്ട്. Which equation will help us to solve the problem easily? So solve ചെയ്യണം പ്രോബ്ലം. So V ഉണ്ട് നമ്മളുടെ കയ്യിൽ, V ഉണ്ട് നമ്മളുടെ കയ്യിൽ, 230 ഉണ്ട്, I ഉണ്ട് നമ്മുടെ കയ്യിൽ, 3rd ആംപിയർ. പക്ഷെ നമ്മുടെ ഈ ടി ഇല്ലല്ലോ. ടി ഇല്ലാതെ നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ടി ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ടി അസ്യൂം ചെയ്യണം. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യാനുള്ള ഈസി ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം H ഈസ് ഈക്വൽ ടു വി ഐ ടി ആണ്. വി ഉണ്ട്, ഐ ഉണ്ട്, ടിയും കൂടെ കിട്ടി. അത് വി എന്ന് പറയുന്നത് 230 ആണ്, 230 ഇൻറ്റു ഐ എന്ന് പറയുന്നത് 3rd ആംപിയർ ആണ്, 3 ഉണ്ട്. ഓക്കെ, സോ സപ്പോസ് 30 മിനിറ്റിനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 30 മിനിറ്റിനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 30 ഇൻറ്റു 60 ചെയ്താൽ മതി. 1 മിനിറ്റിനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 1 ഇൻറ്റു 60 ചെയ്താൽ മതി. കാര്യം സെക്കൻഡ്സിലാണ് എനിക്ക് കിട്ടേണ്ടത്. അന്നേരം എനിക്ക് ഇവിടെ ഇക്വേഷൻസ് കിട്ടും. സോ ടി തന്നിട്ടുള്ളതനുസരിച്ച് നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ. സോ ഡീറ്റെയിൽസ് ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. സോ 2 ഇലക്ട്രിക് ഹീറ്ററാണ്, ഹീറ്റർ 1, ഹീറ്റർ 2. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ ആർ മെയ്ഡ് ടു വർക്ക് ഫോർ 5 മിനിറ്റ്സ് ഈച്ച്. രണ്ടും 5 മിനിറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. സോ എത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ആകുന്ന കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് ഉണ്ട്, നമുക്ക് നോർമലി വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ട്. റെസിസ്റ്റൻസ് ഉണ്ട്, ഹീറ്റർ 1ൻ്റെ റെസിസ്റ്റൻസ് 1150യും ഹീറ്റർ 2ൻ്റെ റെസിസ്റ്റൻസ് 460യും ആണ്. സോ 1150 ഓം 460 ഓം ഇതിൻ്റെ റെസിസ്റ്റൻസ്. വർക്കിംഗ് വോൾട്ടേജ് സെയിം ആയിരിക്കും, ടൈമും സെയിം ആയിരിക്കും. പക്ഷേ ഹീറ്റർ എയുടെയും ഹീറ്റർ ബിയുടെയും റെസിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. റെസിസ്റ്റൻസ് വ്യത്യാസം ഉള്ളതിനനുസരിച്ച് ഈ 5 മിനിറ്റ്സ് കൊണ്ടുള്ള അവരുടെ ഹീറ്റ് ജനറേഷൻ വ്യത്യാസപ്പെടും. സോ സിൻസ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് റിമെയിൻസ് ദ സെയിം, റെസിസ്റ്റൻസ് കൂടുതലായിട്ട് വരുന്നത് 1150 ഇവനാണ്, റെസിസ്റ്റൻസ് കുറവായിട്ട് വരുന്നത് 460 ഇവനാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഹീറ്റ് ജനറേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്. സോ H ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ നമുക്ക് ഉപയോഗിക്കാം. വി സ്ക്വയർ സെയിം ഉപയോഗിച്ചു. ടി എന്ന് പറയുന്നത് ടൈം. സോ 5 ഇൻറ്റു 60, 300 സെക്കൻഡ്സ് നമ്മൾക്കുണ്ട്. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1150 ആണ്. ഓക്കെ, ഇനി H ഉണ്ട് ഇവിടെ അതുപോലെ ഉപയോഗിച്ചു. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, റെസിസ്റ്റൻസ് ഡൗൺ ആ വരുന്നത് നമുക്ക് മനസ്സിലായി. നമുക്കുള്ള 3 ഇക്വേഷൻസ് നിങ്ങൾ കണ്ടു. ഒന്നെന്ന് പറയുന്നത് H ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. സോ ഇവിടെ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റാണ്. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് ജനറേഷൻ കൂടും, അതിനകത്ത് സംശയമൊന്നുമില്ല. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടു, H ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ.
സോ ഇവിടെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ വോൾട്ടേജ് സെയിമും, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് സെയിമും ടൈം സെയിമും ആണ് എങ്കിൽ, സോ വോൾട്ടേജ് ആൻഡ് ടൈം സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഹീറ്റ് ആണ്. റെസിസ്റ്റൻസ് കൂടുന്തോറും ഹീറ്റ് ജനറേഷൻ കുറയും, റെസിസ്റ്റൻസ് കുറയും തോറും ഹീറ്റ് ജനറേഷൻ കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ ഇതിനകത്ത് റെസിസ്റ്റൻസ് ഇല്ല, കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ഹീറ്റ്, കറണ്ടിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ഹീറ്റ്. സോ ഇവിടെ നോക്കിയാൽ കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഓർ വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ റെസിസ്റ്റൻസിന് കൂടുതലുള്ള ഹീറ്ററിന് അവൻ ലെസ് കറണ്ടേ കടത്തിവിടൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹീറ്റ് ജനറേഷൻ 13,800 ജൂൾസ് വന്നപ്പോൾ അതേ 5 മിനിറ്റ്സ് കൊണ്ട് ഇവിടെയുള്ള ഹീറ്റ് ജനറേഷൻ 34,500 ജൂൾസ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാര്യം കറണ്ട് പാസ് ചെയ്യുന്ന അളവ് ഡിഫറൻറ്റ് വരും. വോൾട്ടേജ് സെയിമാണ്, കറണ്ട് സെയിമാണെന്ന് നമ്മൾ പറഞ്ഞില്ല. സോ കറണ്ട് പാസ് ചെയ്യുന്ന അളവ് ഡിഫറൻസ് വരും. ദാറ്റ്സ് വൈ ദിസ് ഹാപ്പൻഡ് ലൈക്ക് ദിസ്. സോ വൈ ഡസ് ദ ഹീറ്റർ ഹാവിംഗ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? നമ്മൾ നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. വൈ ഡസ് ദി ഹീറ്റർ ഹാവിംഗ് ലോ റെസിസ്റ്റൻസ്? ദിസ് വൺ ഈസ് low resistance heated more. Why? When the resistance decreases, the current increases. We know I is equal to V by R. So resistance കുറയുന്നതിനനുസരിച്ച് V സെയിം ആണെങ്കിൽ, കോൺസ്റ്റന്റ് ആണെങ്കിൽ, റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് കറണ്ട് പാസേജ് കൂടും. When the resistance decreases, the current increases. Okay, according to this equation. Fine. That's why when the current differs, the quantity of the heat produced also differs. Answer കിട്ടിയല്ലോ. So when the resistance decreases, current passage through the circuit is more. Since the current passage is more, H is equal to I square RT. That means heat generation is very high in that circuit. In which way does the change in resistance influence the heat developed? In which way the change in resistance influence the heat developed? How? When resistance increases, the quantity of heat produced decreases. When resistance increases, the quantity of heat produced decreases. And when resistance decreases, the quantity of heat produces increases. Resistance കുറയുമ്പോൾ the quantity of heat produces increases. So when the resistance increases, the quantity of heat produces decreases, and when the resistance decreases, the quantity of heat produces increases. Okay. Find out the current in the heaters A and B and compare the heat developed. Current ഇതിനകത്ത് എയിലും ബിയിലും പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം I is equal to V by R എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. വോൾട്ടേജ് 230 ആണ്, ശരിയല്ലേ? സോ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സോ വോൾട്ടേജ് ഇവിടെ കറണ്ട് അല്ലേ കണ്ടുപിടിക്കണ്ടേ? വോൾട്ടേജ് 230 ആണ്, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 1150 ആണ്. സോ 230 by 1150 1/5 വരും, അതായത് 0.2 ആംപിയർ. അതാണ് കറണ്ട് എന്ന് പറയുന്നത്. I is equal to 0.2 ആംപിയർ. അതേ കറണ്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ നോക്കിയാൽ V by R 230 by 460 ആണ്, ശരിയല്ലേ? കറണ്ട് അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? 230 by 460 ആണ്, ദാറ്റ് ഈസ് 1/2. സോ 0.5 ആംപിയർ. സോ ഇവിടെ 0.5 ആംപിയർ ആണ്, ഇവിടെ 0.2 ആംപിയർ ആണ്. ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ദ ഹീറ്റേഴ്സ് A and B ആൻഡ് കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്. സോ ഹീറ്റ് ഡെവലപ്ഡ് നമ്മൾ കമ്പയർ ചെയ്യണം. ഹീറ്റ് ഡെവലപ്ഡ് ആൾറെഡി നമുക്കറിയാമല്ലോ, ഇവിടെ 13,800 ആണെന്നും ഇവിടെ 34,500 ആണെന്നും നമുക്കറിയാം. സോ കറണ്ട് കൂടുതലുള്ളതിനകത്ത് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തു. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഗ്രേറ്റർ ആൻഡ് ഹെൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ഈസ് ഗ്രേറ്റർ ഇൻ ഹീറ്റർ B. How do the resistors bring about a change in the current in the circuit? How do the resistors bring about a change in the current in the circuit? So how do that make a changes? So resistors in a circuit that reduces the current through it. So resistor in resistance on the. So when the resistance is more, okay. So resistor in resistance more aambo anathoda pass cheyna current correct. So I can say it like this: resistors in a circuit reduces the current through it.
when the effective resistance increases, the current decreases, and when the effective resistance decreases, the current increases. So resistance increase ചെയ്യുമ്പോൾ current കുറയും, resistance കുറയുമ്പോൾ current കൂടും, because they are inversely proportional. The resistance of a conductor is mainly due to the hindrance caused by the atoms and ions. So resistance എന്ന് പറയുന്നത് ആ റെസിസ്റ്റർ റെസിസ്റ്റ് ചെയ്യുന്ന ആ കറണ്ടിൻ്റെ പാസേജ്. Clear? So that's it. Next one, let's take a look at how the voltage and the current changes when the resistors are arranged in different ways in a circuit. Resistors in a different way നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ് ഇതിനകത്തുള്ളത്, വോൾട്ടേജ് ആൻഡ് കറണ്ട്. ക്ലിയർ? സോ അനന്തര എക്സ്പെരിമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.